ഹലോ നമസ്കാരം, ഇത് ശ്രീജിയാണ്. വെൽക്കം ടു ബിഗ് ബോസ് മലയാളം സീസൺ 7 ഫസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക്. സി കഴിഞ്ഞ ഒരു വർഷത്തിന് ശേഷമാണ് വീണ്ടും വീഡിയോ ആയിട്ട് വരുന്നത്. കഴിഞ്ഞ വർഷം വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റി, അതായത് പ്രോപ്പറായിട്ട് എല്ലാ എപ്പിസോഡും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ കുറച്ച് പുറത്തും ഒക്കെ ആയിട്ടുള്ളൊരു നാട്ടിൽ വന്നു, അങ്ങനെയൊക്കെ കുറച്ച് ഡിലേ ഒക്കെ വന്ന് അങ്ങനെ ബിസി ആയിപ്പോയതുകൊണ്ട് ശരിക്കും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അതിനെയൊക്കെ എല്ലാം കൂടെ പരിഹാരമായിട്ട് ഈ വർഷം ഫുൾ എപ്പിസോഡ് 100 ഡേയ്സ് റിവ്യൂ ചെയ്യണമെന്ന് ആഗ്രഹത്തോടു കൂടിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ബിഗ് ബോസ് മലയാളം സീസൺ 7 പുതിയ എപ്പിസോഡിലേക്ക് എവർക്കും സ്വാഗതം. അതേപോലെ തന്നെ ഗ്രാൻഡ് ലോഞ്ചിങ് ആയിരുന്നു. അടിപൊളി ഒരു എപ്പിസോഡാണ് നടന്നത്. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഈ പ്രാവശ്യത്തെ ബിഗ് ബോസ് ഫസ്റ്റ് ഡേ അല്ല, ഫസ്റ്റ് എപ്പിസോഡുകൂടി തന്നെ അവരെ എൻ്റർ തന്നെ ഒരു ടാസ്കിലൂടെയാണ്. ആ ടാസ്ക് ഒരു മെയിൻ ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ അതിനെപ്പറ്റി പറയാതിരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ആ ടാസ്കിനെ പറ്റി പറയുന്നത്. അതേപോലെ തന്നെ ഒരു ഗ്രാൻഡ് ഹൗസാണ്, ഒരു സൂപ്പർ ഹൗസാണ്. സൂപ്പർ എക്സൈറ്റഡ് ആണ് എല്ലാ കണ്ടസ്റ്റൻസും. ഞാനും ഭയങ്കര സൂപ്പർ എക്സൈറ്റഡ് ആണ്. അത്രയും നല്ലൊരു ഒരു ഹൗസാണ് ഈ പ്രാവശ്യത്തേത്. അതേപോലെ തന്നെ എന്താ പറയുക, നമ്മുടെ ലാലേട്ടൻ, പൊള്ളി ലാലേട്ടനാണ്. പ്രൊമോയൊക്കെ ഉണ്ടായിരുന്നു. പ്രൊമോസ് ഒന്നും എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സൗണ്ട് കുറച്ച് പ്രശ്നമുണ്ട്. അതിപ്പോൾ സൗണ്ട് കുറച്ച് ഒച്ചയടഞ്ഞതാണ്. കുറച്ച് ഇൻഫെക്ഷനൊക്കെ ആയിട്ട് വോക്കൽ കോഡ് ഇൻഫെക്ഷൻ പോലെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് ശരിക്കും സൗണ്ട് ശരിയായിട്ടില്ല. അതുകൊണ്ടാണ് വീഡിയോസ് അധികം ചെയ്യാതിരുന്നത്. പക്ഷേ എപ്പിസോഡ് മിസ്സാക്കാൻ വയ്യാത്തത് കൊണ്ട് ആണ്, അതിനോട് അത്ര ഇഷ്ടമുള്ളതുകൊണ്ട് കേട്ടോ, ഈ ബിഗ് ബോസ് എന്ന ഷോയോട് ഇഷ്ടമുള്ളത് കൊണ്ടാണ് റിവ്യൂ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് കാരണങ്ങൾ. അതുകൊണ്ടാണ് വീഡിയോ അധികം ചെയ്യാൻ പറ്റാത്തത്. അതൊക്കെ പോട്ടെ. അപ്പോൾ നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ 7 ഗ്രാൻഡ് ലോഞ്ചിങ് റിവ്യൂ ആണ്. അടിപൊളി ഹൗസ്. നമ്മുടെ ലാലേട്ടൻ വന്ന് ബിഗ് ബോസുമായിട്ട് സംസാരിച്ച് ഒക്കെ ഗാർഡനിലേക്ക് കയറുന്നുണ്ട്. കയറിയിട്ട് എന്താ പറയുക, അടിപൊളി ബിഗ് ബോസിന് ആ ഒരു പേരിനോട് തന്നെ സാമ്യതയുള്ള ബിഗ് ഗാർഡൻ, ബിഗ് ഹൗസ്, ബിഗ് ബെഡ്റൂം, ബിഗ് കിച്ചൺ, ബിഗ് ലിവിങ്, ബിഗ് ടോയ്ലറ്റ്, അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ബിഗാണ്. പോരാത്തതിന് പണി പോരാ, അതായത് 7ൻ്റെ പണി എന്നാണ് ലാലേട്ടൻ പറയുന്നത്. അപ്പോൾ സീസൺ 7 7ൻ്റെ പണിയോട് കൂടി തന്നെ ഒരു സൂപ്പർ ഷോ ആയി മാറട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ ഫസ്റ്റ് കയറുമ്പോൾ ബിഗ് ഗാർഡനാണ് കാണിക്കുന്നത്. ലാലേട്ടൻ തന്നെ പറയുകയാണ്, ഇതൊക്കെ നമ്മൾ തന്നെ ഇതെല്ലാം ചെയ്യേണ്ടി വരും, ലൈറ്റെല്ലാം നമ്മൾ തന്നെ പിടിപ്പിക്കണം. അതേപോലെ തന്നെ ഈ ലൈറ്റൊക്കെ നമ്മൾ ഊരി മാറ്റുന്നുണ്ട്. എപ്പോഴാണ് ടാസ്കുകൾ വരുമ്പോൾ ഊരി മാറ്റും. കാരണം ഇവർ കണ്ണും ഏത് വഴിക്ക് ഓടുക എന്നൊന്നും പറയാൻ പറ്റില്ല. ഇതൊക്കെ തട്ടിമറിച്ചിടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ മാറ്റി കൊടുക്കുന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ലാലേട്ടൻ എൻ്റർ ചെയ്യുന്നത്. ബിഗ് ഗാർഡൻ കാണിക്കുന്നു. നേരെ ഹൗസ് പരിചയപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. നേരെ കിച്ചണിലേക്കാണ് ലാലേട്ടൻ ചെല്ലുന്നത്. കിച്ചൺ എല്ലാ സൗകര്യങ്ങളുള്ള സൂപ്പർ കിച്ചൺ, പിന്നെ ബെഡ്റൂം, ലിവിങ് റൂം, ടോയ്ലറ്റ് ഏരിയ, 2 ടോയ്ലറ്റ്, 2 ബാത്റൂം, ഒരു ചേഞ്ചിങ് റൂം, പിന്നെ അവർക്കൊരു പൗഡർ റൂമുണ്ട് മേക്കപ്പൊക്കെ ചെയ്യാനായിട്ട്. എല്ലാവർക്കും പൗഡർ റൂം ഈ പ്രാവശ്യം സ്പെഷ്യലായിട്ട് കൊടുത്തിരിക്കുന്നതാണ്. അതിനുശേഷം ചെല്ലുന്നത് നേരെ ടോയ്ലറ്റ് വഴി തരം ജയിലാണ് കാണിക്കുന്നത്. ടോയ്ലറ്റിൽ നിന്ന് പുറത്തേക്കുള്ളൊരു വാഷിംഗ് ഏരിയയിൽ നിന്ന് പുറത്തേക്കുള്ള ഡോർ വഴി ചെല്ലുന്നത് ഒരു ജയിലിലേക്കാണ്. ജയിൽ ഈ പ്രാവശ്യം സ്ലാപ്പിംഗ് ടൈപ്പ് ജയിലാണ്. അപ്പോൾ ആ ജയിലിൽ ഇവർ കഷ്ടപ്പെടുമോ ഇല്ലയോ നമുക്ക് കണ്ടറിയാം. ജയിൽ ഇതുവരെ എല്ലാവർക്കും സുഖകരമായ ഒരു ജയിലായതുകൊണ്ട് ഈ പ്രാവശ്യം മുതൽ ജയിൽ കുറച്ച് കഷ്ടപ്പെടുത്താനാണ് താല്പര്യവും തോന്നുന്നു. അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ജയിലാണ് ഉള്ളത്. അപ്പം ഇതൊക്കെ എൻ്റെ മോൻ്റെ ഫ്രണ്ട്സാണ്. ഇവരെ കൂടെ കൂട്ടിയാണ് ഞാൻ ചെയ്യുന്നത്. ഇനി ഞാൻ മാത്രമായിരിക്കില്ല, ഇവരുണ്ടാവും. നമുക്ക് കുറച്ച് ആളുകളെ കൂടെ കൂട്ടിയിട്ടായിരിക്കും നമ്മൾ പ്രാവശ്യം റിവ്യൂ ചെയ്യുക. പിന്നെ ജയിൽ കഴിഞ്ഞിട്ട് നേരെ ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട്, ലാലേട്ടാ എന്താണ് പണി വരുന്നുണ്ട് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞ് സൂപ്പർ എക്സൈറ്റഡ് ആയിട്ട് ബിഗ് ബോസ് തന്നെ പറയുന്നുണ്ട്. ലാലേട്ടൻ പറയുന്നത് കാണിക്കാം എന്ന് പറഞ്ഞിട്ടാണ് നേരെ. അതിനു മുമ്പ് കൺഫെഷൻ റൂമൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. കൺഫെഷൻ റൂമിൽ വെച്ചാൽ ബിഗ് ബോസ് ലാലേട്ടനും തമ്മിൽ സംസാരം ഉണ്ടാകുന്നുണ്ട്.
ബിഗ് ബോസ് ലാലേട്ടൻ്റെ ഒരു ബിഗ് ഫാൻ കൂടിയാണ്. അപ്പോൾ ആ ഒരു ഫാൻ മൊമെൻറ്റിൽ ബിഗ് ബോസ് ലാലേട്ടനോട് സംസാരിക്കാൻ, പേഴ്സണലായിട്ട് സംസാരിക്കാൻ ഒരുങ്ങുമ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട്, ഇതൊന്നും ഇവിടെ വേണ്ട, നമുക്കതൊക്കെ പുറത്തിറങ്ങി സംസാരിക്കാമെന്ന് പറയുന്നു. അങ്ങനെ പുറത്തിറങ്ങിയിട്ടാണ് ജയിലിൽ കഴിഞ്ഞ് പണിപ്പുര കാണിക്കുന്നത് അതാണ് സൂപ്പർ എക്സൈറ്റഡ് ആയിട്ടുള്ളത്. പണിപ്പുര അവർക്ക് പണി കൊടുക്കുന്ന ഏരിയ ആണ്. അതായത് കണ്ടൻറ്റ് കൊടുത്തില്ലെങ്കിലും ഗെയിം കളിച്ചില്ലെങ്കിലും സേഫ് ഗെയിം പറ്റില്ല. അപ്പോൾ കണ്ടൻറ്റ് കൊടുക്കാതിരിക്കുകയോ ഗെയിം കളിക്കാതിരിക്കുകയോ ചെയ്താൽ നേരെ 8ൻ്റെ പണിയാട്ടെ, 8ൻ്റെ പണിയല്ല 7ൻ്റെ പണി കിട്ടും. അത് ബിഗ് ബോസ് പണിപ്പുര വഴിയാണ് അവർ പണി കൊടുക്കുക. ഇവരുടെ ഡ്രസ്സ്, സാധനങ്ങൾ, പെട്ടികൾ, അങ്ങനെയുള്ള ഇവരുടെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ, പേഴ്സണൽ തിങ്സൊക്കെ വരുന്നത് ഈ പണിപ്പുരയിൽ വഴിയാണ്. ഇവർ പണിയെടുത്ത് ടാസ്ക് ജയിച്ച് ഗെയിം കളിച്ചാൽ മാത്രമേ ഇവർക്ക് ഈ സാധനങ്ങൾ, ഇവരുടെ പേഴ്സണൽ സാധനങ്ങൾ കിട്ടുകയുള്ളൂ. അതാണ് കോൺസെപ്റ്റ്. പിന്നെ വേറെ എന്തൊക്കെ പണികൾ അതുവഴി വരുമെന്നുള്ളത് നമുക്ക് കണ്ടറിയാം. അടിപൊളി പരിപാടികളൊക്കെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഒന്നും പറയാനില്ല, എല്ലാം ഇതുവരെയുള്ള ലാലേട്ടൻ ഉൾപ്പെടെ അടിപൊളിയാണ്. പിന്നെ അതിനുശേഷം ഗ്രാൻഡ് ലോഞ്ചിങ്ങാണ്. ലാലേട്ടൻ്റെ എൻട്രിയാണ് കാണിക്കുന്നത്. കൊണ്ടാട്ടം സോങ്ങും എമ്പുരാൻ സോങ്ങും ഒക്കെ ആപ്റ്റായിട്ട് ഉള്ള രീതിയിൽ ലാലേട്ടൻ ആപ്റ്റായിട്ട് തന്നെ പാട്ട് ഇട്ട് കൊടുത്തിട്ടാണ് ലാലേട്ടൻ വരുന്നത്. എമ്പുരാൻ സ്റ്റൈലിൽ ഒരു ബ്ലാക്ക് മുണ്ടും ഒരു ബ്ലാക്ക് ഡിസൈനർ കുർത്തിയൊക്കെ ഇട്ടിട്ടാണ് ലാലേട്ടൻ വന്നത്. നല്ല നമ്മൾ ഈ കുർത്തി എന്ന് പറയുമ്പോൾ നമ്മുടെ മുണ്ടും ചുബ ആ ഒരു കോൺസെപ്റ്റിലുള്ള ഡ്രസ്സ് അടിപൊളി സാധനം, അടിപൊളി ഡ്രസ്സായിരുന്നു ലാലേട്ടൻ്റെ. അതേപോലെ തന്നെ ലാലേട്ടൻ വരുന്നു, കോണ്ടസ്റ്റൻസിനെ വിളിക്കുന്നു. പിന്നെ എന്താ പറയുക, ഫസ്റ്റ് എന്തുവാ, പിന്നെ കോൺഫെഷൻ റൂമിലേക്ക് ലാലേട്ടനെ കുറിച്ച് ഡയലോഗ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ എന്തുവാ, കുംഭസാരത്തെ പറ്റിയൊക്കെ നമ്മുടെ ലൂസിഫർ റിലേറ്റഡ് ആയിട്ടുള്ള ഡയലോഗ്സൊക്കെ ചെയ്ത പണികൾക്കല്ല, ഇനി ചെയ്യാൻ പോകുന്ന പണികൾക്കാണ് കുംഭസാരം എന്നൊക്കെ പറഞ്ഞാണ് കൺഫെഷൻ റൂമൊക്കെ പരിചയപ്പെടുത്തുന്നത്. അതൊരു മെയിൻ ഏരിയ ആണല്ലോ, അതുകൊണ്ട് അത് പറയാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ എല്ലാ ഹൗസിൻ്റെ എല്ലാ ഈ മൂലയും പരിചയപ്പെടുത്തിയതിന് ശേഷം നേരെ കോണ്ടസ്റ്റൻസിനെ വിളിക്കുകയാണ്. ലാലേട്ടൻ്റെ എൻട്രി കഴിഞ്ഞിട്ട് ഫസ്റ്റ് കണ്ടസ്റ്റൻ്റ് ഫസ്റ്റായിട്ട് വരുന്നത് നമ്മുടെ അതിന് മുമ്പ് നമുക്ക് ലാലേട്ടനൊരു ടാസ്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ ടാസ്ക് ചെയ്യിപ്പിക്കുന്ന നമ്മുടെ റെനീഷയാണ്. സീസൺ 5 റണ്ണറപ്പ് ആയിട്ടുള്ള റെനീഷയാണ് ഈ ടാസ്ക് കണ്ടക്ട് ചെയ്തത്. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വരുന്ന എല്ലാ കോണ്ടസ്റ്റൻസും എൻട്രി ചെയ്യുന്നതിനും ഹൗസിലേക്ക് കയറുന്നതിന് മുമ്പ് ഒരു ടാസ്ക് അവരുടെ ഫാമിലി കൂടെ വരുന്നത് ആരാണോ, ഫാമിലി മെമ്പറോ ഫ്രണ്ടോ ആരാണോ അവരുടെ ഹെൽപ്പോട് കൂടി ഈ ടാസ്ക് കളിക്കുക. ടാസ്ക് എന്ന് പറയുന്നൊന്നുമില്ല, ഇവരുടെ പേര് എഴുതിയിട്ടുള്ള ഒരു ഇവരുടെ പേരല്ല, ഇവരുടെ ഫേസ് വെച്ചിട്ടുള്ള ഒരു ഇതവിടെ വെച്ചിട്ടുണ്ട്, ഫേസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെടുത്തിട്ട് കഴുത്തിലിടുക, മാല പോലെ കഴുത്തിലിട്ടിട്ട് അവരവരുടെ കണ്ടുപിടിക്കുക, കണ്ണ് മൂടി കെട്ടിയിട്ട് ചെയ്യുക. അതിന് ശേഷം നേരെ അവിടെ റെഡ് പൗഡർ വെച്ചിട്ടുണ്ട്, റെഡ് പൗഡറിൽ കൈ മുക്കിയിട്ട് ഒരു ഗ്ലാസ് ഫ്രെയിം വെച്ചിട്ട് ആ ഫ്രെയിമിൽ കൈ പതിപ്പിക്കുക. ഇതാണ് ടാസ്ക്. അതായത് അവരുടെ പേര് പതിപ്പിക്കുക, അല്ല അവരുടെ ആ പേഴ്സണിനെ അവിടെ പതിപ്പിക്കുക എന്നുള്ളതാണ് ടാസ്ക്. അതെല്ലാം എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഏറ്റവും കുറഞ്ഞ ടൈമിൽ ആര് ചെയ്യുന്നു, ഏറ്റവും കുറവ് ടൈമിൽ ചെയ്യുന്നു, അവരാണ് വിന്നറിനെ പ്രഖ്യാപിക്കുന്നത് ലാസ്റ്റാണ്. അതാണ് ഈ ടാസ്കിൻ്റെ പ്രത്യേകത. ഈ ടാസ്കും ഈ വിന്നറും ഒക്കെ ആയിട്ട് റിലേറ്റഡാണ്. ഇത് ഫസ്റ്റ് ഡേ തന്നെ എൻ്റെ മൈൻഡ് ഔട്ടായി പോകുന്നത്, അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് ടാസ്കുകൾ. അതിനുശേഷം ലാലേട്ടൻ കോണ്ടസ്റ്റൻസിനെ എല്ലാവരും വിളിക്കുകയാണ്. ഫസ്റ്റ് വരുന്നത് അനീഷ് എന്ന കോമണറാണ്. അദ്ദേഹം ഒരു എന്താ പറയുക, ഒരു എഴുത്തുകാരനാണ്, അതേപോലെ തന്നെ ഫാർമറാണെന്നൊക്കെയാണ് പറയുന്നത്. കോമണറാണ്. മൈജി ഫ്യൂച്ചർ കോമ്പറ്റീഷനിലൂടെ വിന്നറായി വന്ന കോമണറാണ് ഫസ്റ്റ് കയറിയത് അനീഷ്. പുള്ളി സൂപ്പർ എക്സൈറ്റഡ് ആണ്, അത് വേറൊരു കാര്യം. 5 വർഷം ജോലി ലീവ് എടുത്തിട്ട് 2 വർഷത്തോളമായി ലീവ് എടുത്ത് ബിഗ് ബോസിൽ വരാൻ വേണ്ടി തന്നെ മെനക്കെട്ടിരുന്ന് വന്ന ഒരാളാണ്. വന്ന സമയത്ത് തന്നെ പുള്ളി ഗെയിം കളിക്കാൻ ശ്രമിക്കുന്നുണ്ട്. കയറിയതോടുകൂടി
പുള്ളി സൂപ്പർ എക്സൈറ്റ്. പിന്നെ പുള്ളിയുടെ ഒരു മെയിൻ കാര്യം എന്ന് പറയുന്നത് സ്ത്രീ വിരുദ്ധത എന്നുള്ള ഒരു ടാഗുമായിട്ടാണ് പുള്ളി സ്ത്രീ വിരുദ്ധൻ. ഇത് പുള്ളി ഡിവോഴ്സിയാണ്. അപ്പം സ്ത്രീകളിൽ നിന്നും എന്തൊക്കെയോ പണികൾ കിട്ടിയിട്ടാണോ എന്തോ അറിഞ്ഞുകൂടാ, പുരുഷന്മാർക്ക് വേണ്ടിയിട്ട് സംസാരിക്കണം എന്നുള്ള രീതിയിലാണോ എന്താണെന്നറിയില്ല. എന്തായാലും ഇതൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. സ്ത്രീ വിരുദ്ധതയുമായിട്ട് വന്നിട്ട് അങ്ങനെ വിരുദ്ധത കാണിക്കേണ്ട ആവശ്യമുണ്ടോ? വിരുദ്ധത, സ്ത്രീ വിരുദ്ധത അങ്ങനത്തെ ആവശ്യമുണ്ടോ? ആവശ്യമില്ലെന്നാണ്. നമുക്ക് നോക്കാം. ഗെയിമല്ലേ, ഗെയിമിന് വേണ്ടി പറയുന്നതായിരിക്കാം. എന്തായാലും നമുക്ക് അവരുടെ ഗെയിം കണ്ടിട്ട് നമുക്ക് പുള്ളിയെ കാണുമ്പോൾ എനിക്ക് നമ്മുടെ രതീഷിൻ്റെയൊക്കെ ഒരു ഓർമ്മയാണ് വരിക. രതീഷിനെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിൽ രതീഷ് ഒരു ലൈറ്റ് വേർഷൻ പോലെ ഫീൽ ചെയ്തിട്ടുണ്ട് രതീഷിൻ്റെ. അപ്പോൾ നമുക്ക് കൂടുതൽ കണ്ടൻറ്റ് പുള്ളി ക്രിയേറ്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു, കണ്ടൻറ്റ് കൊടുക്കുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇവരെയൊക്കെ ആദ്യമേ പിടിച്ച് അവർക്കൊരു ആദ്യമേ തന്നെ എല്ലാവരും അവർക്കൊരു വിധി എഴുതിയിട്ട് അവരെ പുറത്താക്കാനുള്ള ഒരു ശ്രമം ഉണ്ടായിരുന്നു. അവരൊക്കെ അവിടെ നിന്ന് ഗെയിം കളിക്കട്ടെ, നമുക്ക് കൂടുതൽ കണ്ടൻറ്റ് കിട്ടണം, ഗെയിം അടിപൊളിയാവണം, അതൊക്കെ അതേ ഉള്ളൂ. അപ്പോൾ അവരൊക്കെ നിൽക്കട്ടെ. പിന്നെ പുള്ളി മഹാരാജന് പുള്ളി സ്വന്തമായിട്ട് എഴുതിയൊരു ബുക്കൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാവരും ഈ പ്രാവശ്യം അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട കുറേ സാധനങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അത് എന്തുദ്ദേശത്തിലാണെന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ, നമുക്കതൊക്കെ കാണാം. അടുത്തത് ഒരു ബേബി ഇസ നസ്രയിലിനെ വിളിക്കുന്നുണ്ട്. അതൊരു പാവം കുഞ്ഞ്, വൈറലായിട്ടൊരു കുഞ്ഞാണ്. ലാലേട്ടൻ ബിഗ് ബോസിലേക്ക് എടുക്കുമെന്നൊക്കെ ചോദിച്ച് വീഡിയോയിലൂടെ വൈറലായതാണ്. ലാലേട്ടൻ എന്നെ ബിഗ് ബോസിൽ വെച്ച് എടുക്കുന്നുണ്ട്, അതാണ് ബിഗ് ബോസിൽ എടുക്കുമെന്ന് പറഞ്ഞ് വന്നത്. അപ്പോൾ അങ്ങനെ ആ കുട്ടി അത് പാവം മോള് ലൈറ്റും ഇതെല്ലാം ആൾക്കാരെയൊക്കെ കണ്ട് ഒരു പുതിയൊരു ഇത് കണ്ടിട്ടാകെ പേടിച്ച് ഉള്ളൊരു ഇതായിരുന്നു. അപ്പോൾ ആ കുട്ടി അത് പോട്ടെ, അതൊന്നും പറയേണ്ട കാര്യമില്ല, എപ്പിസോഡ് വൈസാണ് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അതിനുശേഷം വരുന്നത് നമ്മുടെ അനുമോൾ അനിക്കുട്ടിയാണ്. അനുമോളിനെ എല്ലാവർക്കും അറിയാമായിരിക്കും. ഫ്ലവേഴ്സിൽ സ്റ്റാർ മാജിക്കിലൂടെ ഫെയിമായ അനുമോളാണ്. അനുമോൾ അത്യാവശ്യം ജെനുവിനായിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് തന്നെ എല്ലാവർക്കും അറിയുന്ന ഒരാളാണ്. പിന്നെ അനുമോൾ പൊതുവേ ഒരു പെട്ടെന്ന് കരയുന്ന കൂട്ടത്തിലാണെന്നുള്ളൊരു പൊതുവേ ഒരു സംസാരമുണ്ട്. ലാലേട്ടൻ അതിനെപ്പറ്റി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ കരയുമെന്ന്. അപ്പോൾ അങ്ങനെ കരയുന്ന കൂട്ടത്തിലാണ്, പക്ഷെ എപ്പോഴും ഇല്ല എന്നും പറയുന്നുണ്ട്. അനുമോളൊരു സ്ട്രോങ് കണ്ടസ്റ്റൻ്റ് ആയിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. അല്ല ഒരു വീക്കായിട്ട് തോന്നിയിട്ടേ ഇല്ല, ആൾ നല്ല സ്ട്രോങ് തന്നെയാണ്. പിന്നെ അനുമോൾ ഓൾറെഡി ഒരു ഫാൻ ബേസ് ഉള്ള കുട്ടി തന്നെയാണ്, ആൾക്കാർക്കൊക്കെ അനുമോളെ ഇഷ്ടമാണ്. അപ്പോൾ അനുമോൾ ഫസ്റ്റ് ഹൗസിലേക്ക് കയറുന്ന സമയത്ത് അനീഷിൻ്റെ വക ചെറിയ ചൊറിച്ചിലൊക്കെ ചെയ്യുന്നുണ്ട് അനുമോൾ അതിന് തക്കതായ മറുപടിയും കൊടുക്കുന്നുണ്ട്. പിന്നെ അത് പുള്ളി ഗെയിം കളിക്കുന്നതായിരിക്കാം. അനുമോൾ ഏതായാലും തുടക്കത്തിൽ തന്നെ പുള്ളിയോട് ആ രീതിയിൽ നിൽക്കുന്നുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല, നല്ല രീതിയിൽ പോകുമെന്ന് വിചാരിക്കുന്നു. ഗെയിം കളിക്കട്ടെ. പിന്നെ അനുമോൾ വന്നത് ഫേവറേറ്റ് ഒരു പ്രാഞ്ചിനെയും കൊണ്ടാണ്. ഇതേപോലത്തെ വേറൊരു പ്രാഞ്ചി ആ പുള്ളിയില്ലാതെ അനുമോൾക്ക് പറ്റില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഈ പ്രാവശ്യം കാണാം നമുക്ക്. അതുകൊണ്ട് അതൊക്കെ കൊണ്ടാണ് ഞാൻ ഇത് കൈവച്ചത് കേട്ടോ. അപ്പം പോട്ടെ അനുമോൾ. ശേഷം പിന്നെ ആര്യൻ മോഡലാണ്, ആക്ടറാണ്. പിന്നെ ആര്യൻ വന്നത് ഞാനൊരു കണ്ടസ്റ്റൻ്റ് അല്ല, ഞാനൊരു എൻ്റയർ എപ്പിസോഡായിരിക്കും എന്ന് പറഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം നമുക്ക് കാണാം. എന്നിട്ട് ലാലേട്ടനോട് മറ്റേ ജില്ലയിലെയും ബ്രോഡാഡിയിലേക്ക് പോലത്തെ ഒരു ഷോൾഡർ പഞ്ചൊക്കെ ചോദിച്ചിട്ടാണ് ചെയ്തിട്ടൊക്കെയാണ് വന്നിരിക്കുന്നത്. പിന്നെ ഈ പ്രാവശ്യത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാവരും തന്നെ ഭക്തി മാർഗത്തിലാണ് കയറുക. അതായത് ഭക്തിയോട് ദൈവത്തെ വിളിച്ചൊക്കെ തന്നെയാണ് കയറുന്നത്. ഗുരുവായൂരപ്പനുണ്ട്, കൃഷ്ണ ഗുരുവായൂരപ്പ കർത്താവേ, എല്ലാവരും ഉണ്ട്. എല്ലാവരും വിശ്വാസികളാണ് ഈ പ്രാവശ്യത്തെ ബിഗ് ബോസിൽ. ദൈവവിശ്വാസത്തോടു കൂടി പ്രത്യേകം പൂജ, വഴിപാട്, പ്രാർത്ഥനകളൊക്കെ കൂടിയാണ് എല്ലാവരും എത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതെങ്ങനെയാവുമെന്നറിയാം. പിന്നെ വേറൊരു സംഭവങ്ങളുമായിട്ട് ആത്മാവേ വാ എന്നുള്ള രീതിയിൽ എത്തിയിട്ടുണ്ട്. അത് നമുക്ക് പതിയെ പറയാം. അടുത്തത് അതിനുശേഷം ആര്യന് ശേഷം വന്ന് കലാഭവൻ സരികയാണ്. കലാഭവൻ സരിക ഇതേപോലെ ഒരു അമ്പലത്തിലൊക്കെ പോയിട്ടൊക്കെയുള്ള ഒരു രീതിയിലാണ് എത്തിയിട്ടുള്ളത്. പിന്നെ സരിക ഡാൻസറാണ്, സിംഗറാണ്. അപ്പോൾ നല്ല എൻ്റർടൈനർ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ പിന്നെ സ്ട്രോങ് കണ്ടസ്റ്റൻ്റ് തന്നെയാണ് അവരെല്ലാവർക്കും
അത്യാവശ്യം അറിയുന്ന ആൾ തന്നെയാണ് സരിക. സരികയുടെ എത്രയോ വർഷങ്ങളായിട്ട് നമ്മൾ TV ഫെയിമായിട്ടുള്ളൊരു വ്യക്തി തന്നെയാണ്. അതിനുശേഷം വരുന്നത് അക്ബർ ഖാനാണ്, സിംഗർ അക്ബർ ഖാൻ. അക്ബർ ഖാൻ ഐഡിയ സ്റ്റാർ സിംഗറിലിപ്പോൾ ആ ഒരു ഗ്രൂമിങ് സെക്ഷനിലൊക്കെ വർക്ക് ചെയ്ത ആളാണ്. അതുപോലെ സരിഗമപയിൽ കണ്ടസ്റ്റൻ്റ് ആയിരുന്നു. അക്ബർ നല്ലൊരു സ്ട്രോങ് കണ്ടസ്റ്റൻ്റ് തന്നെയാണ്. പിന്നെ വരുന്നത് ആർജെ വിൻസിയാണ്. ആർജെ വിൻസി അത്യാവശ്യം വിശ്വാസിയാണ്. പള്ളിയിലൊക്കെ പോയി പ്രാർത്ഥിച്ച് അപ്പരുമൊക്കെ ആയിട്ട് ഭയങ്കര ഫാദറുമൊക്കെ ആയിട്ട് നല്ല അടുപ്പത്തിലുള്ള ഒക്കെ ഒരു ആളാണ്. ഫാമിലി പേഴ്സണാണ്. അതേപോലെ തന്നെ എന്താ പറയുക, അതായത് ആ ഒരു ആവറേജ് ലെവലിൽ നിന്നും കഷ്ടപ്പെട്ട് വന്ന ഒരു കുട്ടി തന്നെയാണെന്ന് അങ്ങനെ കാണിക്കുന്നു. പിന്നെ അവർ ഭയങ്കര പോസിറ്റീവ് വൈബുള്ളൊരു ആളാണെന്നാണ് അവർ പറയുന്നത്. അപ്പം നമുക്ക് കാണാം ആർജെ വിൻസി. അതിനുശേഷം വരുന്നത് ഒനീലാണ്. ഒനീൽ എന്ന് പറയുന്നത് അഡ്വക്കേറ്റുമാണ്. പോരാത്തതിന് ആളിപ്പോൾ ഷെഫാണ്. അപ്പോൾ ആ പുള്ളി ഫുഡ് റിസർച്ചൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. സോറി. അപ്പോൾ ഒനീൽ വളരെ പ്രതീക്ഷയുള്ളൊരു കണ്ടസ്റ്റൻ്റാണ്. പുള്ളി കിച്ചണിൽ തന്നെ കൂടുമോ അതോ ഫുഡൊക്കെ ആയിട്ട് അവിടെ നിൽക്കുമോ നമുക്ക് കണ്ടറിയാം. അതിനുശേഷം വരുന്നത് സീരിയൽ ആക്ട്രസ് ആയിട്ടുള്ള ബെന്നിയാണ്. ബെന്നി ഒരു ഡോക്ടറാണ്. അവർ ചൈനയിലൊക്കെ പോയി പഠിച്ചിട്ട് വന്ന ഡോക്ടറാണ്. അവർ സീരിയലിലാണ് ഗീതാ ഗോവിന്ദം ഏഷ്യാനെറ്റിൻ്റെ തന്നെ സീരിയൽ ആക്ട്രസ്സാണ്. അപ്പോൾ ഡോക്ടർ പ്രൊഫഷനിലേക്ക് നിന്നും ആക്ടിങ് പ്രൊഫഷനിലേക്ക് എന്താണ് അവർ വന്നതെന്നൊക്കെ നമുക്ക് വഴി അറിയാം. എന്തായാലും അവരുമുണ്ട്. അവർ ടാസ്കിൽ വിജയാണ്. സെക്കൻഡ് വന്നിരിക്കുന്നത് ഈ ബിന്നിയാണ്. അപ്പം അവരിന്ന് മോശമായിട്ട് കുറച്ച് കണ്ട എല്ലാവരും നല്ല സൂപ്പർ കണ്ടസ്റ്റൻ്റാണ്. അതിനുശേഷം വരുന്നത് അഭിലാഷാണ്. അഭിലാഷ് ഡാൻസറാണ്. അതേപോലെ തന്നെ ക്രിക്കറ്ററാണ്. പിന്നെ കണ്ടൻറ് ക്രിയേറ്ററാണ്, ഇൻഫ്ലുവൻസറാണ്. അപ്പം നമുക്ക് പുള്ളി ഒരു ഡിഫറെൻ്റ് ഏബിൾഡായിട്ടുള്ളൊരു വ്യക്തിയാണ്. പക്ഷെ അതൊന്നും ഒരു പ്രശ്നമേ അല്ല. പുള്ളി നോർമലായിട്ടുള്ള ഒരാളെ പോലെ തന്നെ ഫിസിക്കലി എല്ലാം സൂപ്പർബായിട്ടുള്ള എല്ലാം ചെയ്യാൻ കഴിവുള്ളൊരു വ്യക്തി തന്നെയാണ്. അവരെ അങ്ങനെ മാറ്റി നിർത്തേണ്ട അങ്ങനത്തെ ഒരു ഡിസേബിൾഡ് ആയിട്ടുള്ള ഒരാളെന്നുള്ള രീതിയിൽ കാണുകയേ വേണ്ട ഫിസിക്കലി. അപ്പോൾ അങ്ങനെ അപ്പോൾ അഭിലാഷ് നല്ലൊരു സ്ട്രോങ് കണ്ടസ്റ്റൻ്റ് തന്നെയാണ്. അത് നെക്സ്റ്റ് വരുന്നത് റെന ഫാത്തിമയാണ്. റെന എന്ന് പറയുന്നത് ഏവിയേഷൻ സെക്കൻഡ് ഇയർ പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റാണ്. യങ്ങർ ഇൻഫ്ലുവൻസറാണ്. അടിപൊളിയാണ്. ഈ കൂട്ടത്തിൽ ഏറ്റവും യങ്ങറാണ് അവർ. 19 വയസ്സെന്തേ ഉള്ളൂ. അപ്പോൾ ഏറ്റവും ചെറിയ കുട്ടിയാണ്. അവർ വന്നത് തന്നെ ഒരു ചബ്ബി ഒരു എന്താ പറയുക ഒരു ഡോൾ ടൈപ്പ് ഉടുപ്പൊക്കെ ഇട്ടിട്ട് വന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അവർ അടിപൊളിയാണ്. അതിനുശേഷം വന്ന മുൻഷി രഞ്ജിത്ത് എന്ന് പറയുന്നത് നമ്മുടെ മുൻഷിയിലുണ്ടായിരുന്ന ആളാണ്. പുള്ളി അടിപൊളി ഒരു കണ്ടസ്റ്റൻ്റാണ്. പുള്ളി എല്ലാവരും അത്യാവശ്യം ചൊറിയുന്നൊക്കെ ഉണ്ട്. അത്യാവശ്യം കണ്ടൻറ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അത്യാവശ്യം ഒരു പുള്ളിയെ കണ്ടപ്പോൾ എനിക്ക് സെബിൻ്റെയൊക്കെ ഒരു ടൈപ്പായിട്ട് ഒരു സെബിൻ്റെയൊക്കെ ഒരു വേർഷനായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ വരുന്നത് ഗിസല തക്രാൽ സോറി അവരുടെ പേരൊരു ഇത്തിരി പ്രോബ്ലം പിടിച്ച പേരാണ്. ജിസൈൽ തക്രാൽ. അവരൊരു അടിപൊളി കണ്ടസ്റ്റൻ്റാണ്. അവരെ കണ്ട് എല്ലാവരും വണ്ടറടിച്ചടിക്കുകയാണ്. അവർ പോരാത്തന്നെ അവരൊരു ബിഗ് ബോസ് ഹിന്ദി കണ്ടസ്റ്റൻ്റാണ്. അപ്പോൾ നമുക്ക് പിന്നെ ഒരു മലയാളി ആലപ്പുഴക്കാരിയാണ്. അപ്പോൾ ഞാനും ഒരു ആലപ്പുഴക്കാരി ആയതുകൊണ്ട് സന്തോഷം. അപ്പോൾ അവർ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. എല്ലാവരും എക്സൈറ്റഡാണ് ഇവരെ കണ്ടിട്ട്. എല്ലാവരും ഭയങ്കര വണ്ടറടിച്ചിരിക്കുകയാണ്. ഓക്കെ, കുറച്ച് സൗണ്ട് പ്രോബ്ലം ഉണ്ട് അതിൻ്റെ കേട്ടോ. അപ്പോൾ വേഗം പറഞ്ഞു തീർക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഗിസല സൂപ്പർബാണ്. ഗിസല ഒരു നല്ലൊരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. ആളുകൾക്ക് അവരുടെ ഗെയിം മനസ്സിലാവുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. അവർ അത്യാവശ്യം
BBയിലൊക്കെ പയറ്റിട്ട് ഹിന്ദി BBയിലൊക്കെ പയറ്റിട്ട് വന്നൊരു വ്യക്തിയാണ്. അപ്പം ഗിസലെ അവരുടെ പേര് ജിസൈൽ തക്ര, ജിസൈൽ. ഓക്കെ, എനിക്ക് തന്നെ പേര് തെറ്റുന്നു. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ശാരികയാണ്. ശാരിക എന്ന് പറയുന്നത് നമ്മുടെ ഇൻ്റർവ്യൂവറാണ്. കോൺട്രവേഴ്സി രേണുസുധീനെയും മൈത്രേനെയൊക്കെ ഇൻ്റർവ്യൂ ചെയ്ത് കോൺട്രവേഴ്സിയൊക്കെ വന്ന ഒരു വ്യക്തിയാണ്. ഒരു സെപ്പറേറ്റഡ് ആയിട്ടുള്ള ആളാണ്, പിന്നെ സിംഗിൾ മദറാണ്. അപ്പം ശാരിക അത്യാവശ്യം കണ്ടൻറ്റ് കൊടുക്കുമെന്ന് പ്രതീക്ഷിക്കാം, നമുക്ക് കാണാം. അടുത്തത് ഷാനവാസാണ്. ആക്ടർ ഷാനവാസ് ഫിസിക്കലിയൊക്കെ ഗെയിമൊക്കെ ചെയ്യാനും ഒക്കെ പറ്റുന്ന ആളാണ്. ആൾ അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ളൊരു കണ്ടസ്റ്റൻ്റാണ്. പിന്നെ വരുന്നത് നവീൻ ജോർജാണ്. നവീൻ ജോർജ് ഫാഷൻ കൊറിയോഗ്രാഫറാണ്, സ്റ്റൈലിസ്റ്റ് ആണ്. പിന്നെ പുള്ളി നിരപ്പോ എന്നൊക്കെയുള്ളൊരു ആറ്റിറ്റ്യൂഡൊക്കെ ആണെന്നാണ് പറയുന്നത്. പിന്നെ പുള്ളി കുഴപ്പമില്ല, അത്യാവശ്യം ടാസ്ക് കുറച്ച് ഇതൊക്കെ ആയിട്ടാണ് ചെയ്ത്. നോക്കാം എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഹൗസിലേക്ക് കയറിയിട്ടുണ്ട്. പുള്ളി പോയിൻ്റർ ഹീൽസൊക്കെ യൂസ് ചെയ്യുന്നൊരു വ്യക്തിയാണെന്നാണ് പറയുന്നത്. നമുക്ക് കാണാം പുള്ളിയുടെ ഗെയിം എങ്ങനെയുണ്ടാവുമെന്ന്. ഇനി ശേഷം വരുന്നത് ആദില നൂറ എന്ന് പറയുന്ന ലെസ്ബിയൻ കപ്പിൾസാണ്. എനിക്ക് അവരെ ഫീൽ ചെയ്തത് അവർ ഓൾറെഡി അവർക്കറിയാം അവർക്ക് ഹേറ്റേഴ്സ് ഉണ്ട് എന്നുള്ളൊരു ഇതോടു കൂടി തന്നെയാണ് അവർ വന്നിട്ടുള്ളത്. ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് നിങ്ങൾ എങ്ങനെയായിരിക്കും നമ്മുടെ എങ്ങനെയായിരിക്കും എന്ന് ചോദിക്കണം. അപ്പോൾ അവർ പറയുന്നുണ്ട് നമ്മൾ മാക്സിമം ആളുകളിൽ നിന്നും ഇഷ്ടം, സ്നേഹം അങ്ങനത്തെ ഒരു ഇത് അവർ പ്രതീക്ഷിക്കുന്നില്ല. അതാണ് അവർ പറയും നമ്മളുടെ നേരെ വന്നാൽ അവർ ഫൈറ്റ് ചെയ്യും, ഫൈറ്റ് ചെയ്ത് അവർ മാക്സിമം മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് അവർ പറയുന്നത്. അവരിൽ എനിക്കൊരു പ്രതീക്ഷയുണ്ട്, അവരെന്തെങ്കിലുമൊക്കെ കോണ്ടൻസ് ഉണ്ടാവും, അവരത്യാവശ്യം പിടിച്ചു നിൽക്കും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. അടുത്തതായി വരുന്നത് അഡ്വക്കേറ്റ് ശൈത്യ സന്തോഷാണ്. അവർ ശൈത്യ സന്തോഷ് എന്ന് പറയുന്ന വ്യക്തി ഹൈക്കോർട്ടിൽ പ്രാക്ടീസ് ചെയ്യുന്നൊരു വ്യക്തിയാണ്, ജൂനിയറായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ അവർ അത്യാവശ്യം കോൺട്രവേഴ്സിയൊക്കെ വന്നിട്ടുള്ളതാണ്. വേറൊരു റിയാലിറ്റി ഷോയിലൊക്കെ പങ്കെടുത്ത് ചെറിയ രീതിയിലൊക്കെ കോൺട്രവേഴ്സിയും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്ന വ്യക്തിയാണ് ശൈത്യ. അപ്പോൾ ശൈത്യനെ നിന്നും നമുക്ക് കണ്ടൻസൊക്കെ പ്രതീക്ഷിക്കാം. അവർ സൂപ്പർ എക്സൈറ്റഡ് ആണ്. അടുത്ത പിന്നെ വരുന്നത് നമ്മുടെ സോഷ്യൽ മീഡിയ സെൻസേഷണലായിട്ടുള്ള വരും, ഉണ്ട്, വരില്ല, പിന്നെ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു വരുന്ന നമ്മുടെ സ്വന്തം രേണുസുധിയാണ്. ബിഗ് ബോസിൽ കയറാൻ വേണ്ടി കോൺട്രവേഴ്സികളിൽ വന്ന വ്യക്തി എന്നുള്ളൊരു രീതിയിലാണ് ആളുകളൊക്കെ അവരെ പറയുന്നത്. പോരാതെ തന്നെ രേണുസുധിയുടെ പുറത്ത് കുറച്ച് വീഡിയോസ് കാര്യങ്ങൾ ഒക്കെ നമ്മളതൊന്നും പറയുന്നില്ല. അവർ കണ്ടസ്റ്റൻ്റ് ആയിട്ട് ഇതിൽ ബിഗ് ബോസിൽ എങ്ങനെയായിരിക്കും എന്ന് മാത്രം നമുക്ക് നോക്കാം. ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് നിങ്ങൾ സോഷ്യൽ മീഡിയ തുറന്നാൽ തന്നെ രേണുസുധി മയമാണെന്നുള്ള രീതിയിൽ ലാലേട്ടൻ സംസാരിക്കുന്നുണ്ട്. അപ്പം ആണോ എന്നൊക്കെയുള്ള രീതിയിലാണ് രേണുസുധിയുടെ ഒരു റെസ്പോൺസ്. അവർ സൂപ്പർ എക്സൈറ്റഡ് ആണ്. അത് അവർക്ക് എന്തോ ഒരു വ്യക്തി എന്ന നിലയിൽ അവരൊരു അധികം ഈ പറയുന്ന ആളുകൾ പറയുന്ന അത്ര പ്രശ്നമുള്ള ആളായിട്ട് ഫീൽ ചെയ്യുന്നില്ല. പിന്നെ നമുക്ക് നോക്കാം എങ്ങനെയാണ് അവരുടെ ഗെയിം കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കാം. പിന്നെ അവർ ഫാമിലി കുട്ടികളെല്ലാം കാണുന്നുണ്ട്. പിന്നെ സുധിച്ചേട്ടനെ മിസ് ചെയ്യുന്നില്ല, അദ്ദേഹം കൂടെയുണ്ട് എന്നുള്ള രീതിയിലാണ്. അതായത് സുധിച്ചേട്ടനുമായിട്ടാണ് അവർ പള്ളിയിലും അമ്പലത്തിലും ഒന്നും പോവാതെ സുധിച്ചേട്ടനുമായിട്ടാണ് വന്നിട്ടുള്ളത്. ആത്മാവേ വാ വാ വാ. നോക്കാം. ഹലോ, രേണുസുധി ഹൗസിനുള്ളിൽ കയറുമ്പോൾ തന്നെ ചേട്ടാ ഞാൻ വന്നു എന്നുള്ള രീതിയിലാണ്, ബിഗ് ബോസേ ഞാൻ വന്നു എന്നുള്ള ഇതാണ് രേണുസുധി. സുധിച്ചേട്ടൻ്റെ പെട്ടിയുമൊക്കെ ആയിട്ട് വന്നിരിക്കുകയാണ്. പിന്നെ മുൻഷി രഞ്ജിത്ത് അവരെ ചൊറിയാൻ നിൽക്കുന്നുണ്ട്. ഇനി എത്ര പേര് അവരെ ചൊറിയും, എത്ര പേര് അവരുമായിട്ട് ആളുകൾ കൂടുതൽ
ഇഷ്യൂസ് ഉണ്ടാക്കാൻ നോക്കുമോ അല്ലെങ്കിൽ കോണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് കണ്ടറിയാം. മുൻഷി രഞ്ജിത്ത് പറയുന്നുണ്ട്, ഞാൻ കുറേ നാളായിട്ട് ഈ സോഷ്യൽ മീഡിയയിലൊന്നും ആക്റ്റീവ് അല്ലാത്ത ഒരാളാണ്. എന്നെ പൊതുവേ അധികം ഒരു ഫെയിമിൽ നിന്നും മാറി നിൽക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് കുറച്ച് ഫെയിം ആവാൻ വേണ്ടി രേണുസുധിയുടെ ഒപ്പം റീൽ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് എന്നൊക്കെ രേണുസുധിയോട് പറഞ്ഞ് രേണുസുധിക്കിട്ട് ചെറിയ രീതിയിൽ ചൊറിയാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അവരതൊന്നും നോക്കാം, അവരെങ്ങനെ ഇതൊക്കെ തരണം ചെയ്ത് നോക്കാം. ബിഗ് ബോസിൽ അവരെങ്ങനെ ഗെയിം ചെയ്യും എന്നൊക്കെ നോക്കാം. അപ്പം അങ്ങനെ രേണുസുധിയാണ്. അടുത്ത ലാസ്റ്റ് കയറുന്നത് അപ്പാനി ശരത്താണ്, ആക്ടറാണ്. അദ്ദേഹം ട്രിവാൻഡ്രംകാരനാണ്. അങ്കമാലി ഡയറീസിലൂടെ വന്നതുകൊണ്ട് അങ്കമാലിക്കാരനല്ല, ഞാൻ ട്രിവാൻഡ്രംകാരനാണെന്ന് പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്നത്. പുള്ളിയൊക്കെ കാണുമ്പോൾ നമ്മുടെ ഒരു അത്യാവശ്യം മണിക്കൂട്ടൻ വൈബൊക്കെ തരുന്ന ആ ഒരു രീതിയിൽ വരുന്നൊരു ആളായിട്ടൊക്കെ തോന്നുന്നുണ്ട്. അപ്പം അങ്ങനെയാണ് എല്ലാവരും ഹൗസിനുള്ളിൽ കയറുന്നു, പരിചയപ്പെടുന്നു, കാര്യങ്ങളൊക്കെ അതിന് ശേഷം ബിഗ് ബോസ് എല്ലാവരെയും വിളിച്ച് ലിവിങ് റൂം സോഫയിലേക്ക് ഇരുത്തുന്നുണ്ട്. എന്നിട്ട് ടാസ്കിൻ്റെ റിസൾട്ട് പറയണം. ടാസ്ക് റിസൾട്ടിൽ ഇപ്പോഴാണ് അവരറിയുന്നത്, ഈ ടാസ്ക് അവർ തന്നെ അറിയുന്നത് എപ്പോഴാണ് ടാസ്ക് ചെയ്യിപ്പിച്ചത് എന്തുകൊണ്ടാണെന്ന്. ഈ ലാലേട്ടൻ എൻ്റെ ഇടയ്ക്ക് എല്ലാവരോടും ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഈ ടാസ്ക് ചെയ്യിപ്പിച്ചത്. അതിൽ അപ്പാനി ശരത്ത് മാത്രമാണ് എനിക്ക് തോന്നിയ ഞാൻ മനസ്സിൽ വിചാരിച്ച ഈ ടാസ്ക് കൊടുത്തുകൊണ്ട് ഉദ്ദേശിച്ച ആൻസർ അപ്പാനി ശരത്തിൽ നിന്നാണ് ഞാനും കേട്ടത്. പുള്ളി പറഞ്ഞത് ഈ ടാസ്ക് എന്തിനാണെന്ന് എല്ലാവരോടും ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർ അറിയില്ല എന്നൊക്കെയുള്ള രീതിയിലാണ് ഓരോരുത്തരും സംസാരിച്ചത്. അപ്പാനി ശരത്ത് പറയുന്നുണ്ട് എല്ലാ വഴികൾ ഏതൊക്കെ പ്രശ്നങ്ങൾ വന്നാലും ഗെയിം ചെയ്യുക, വിൻ ചെയ്യുക എന്നുള്ളൊരു മുന്നോട്ട് പോവുക എന്നുള്ളൊരു ഇതാണ്. പല വഴികളിലൂടെ അതിലെ തടസ്സങ്ങൾ എന്തൊക്കെ വന്നാലും പ്രതിസന്ധികൾ എന്തൊക്കെ വന്നാലും അതിനെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്, എയിം ചെയ്യുക എന്നുള്ളതാണ് എന്നുള്ള രീതിയിൽ പുള്ളി പറയുന്നുണ്ട്. എനിക്കും അങ്ങനെയാണ് ആ ഗെയിം കൊണ്ട് ഫീൽ ചെയ്തത്. പക്ഷെ അവസാനമാണ് പറയുന്നത് ഈ ഗെയിം ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് വിന്നറായവരാണ്. ഫസ്റ്റ് വന്ന് ആര്യൻ, സെക്കൻഡ് റെന്നി, ബിന്നി, തേർഡ് ഷാനവാസ്. ഇവർ 3 ആളുമാണ് വിജയിച്ചിരിക്കുന്നത്. ഇവർ 3 ആൾക്ക് 3 ബാൻഡും കൂടെ കിട്ടുന്നുണ്ട്. അവർക്ക് കയ്യിലെ ബാൻഡ് കിട്ടുക. പിന്നെ ഇവർക്ക് 3 ആൾക്കുമാണ് ഫുൾ അവരുടെ പെട്ടി സാധനങ്ങൾ കിട്ടിയിട്ടുള്ളത്. ബാക്കി ആർക്കും തന്നെ അവരുടെ സാധനങ്ങൾ കിട്ടിയിട്ടില്ല. അവർക്ക് അത്യാവശ്യം വേണ്ടുന്ന 1-2 സാധനങ്ങൾ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഇതവർക്ക് ബിഗ് ബോസ് കൊടുത്തൊരു പണിയാണ്. അപ്പോൾ ആ ഗെയിം കൊണ്ട് ഉദ്ദേശിച്ചതും അതാണ്. അപ്പോൾ പണിയെടുത്താലേ സാധനങ്ങൾ കിട്ടൂ, ഗെയിം വെറുതെ ഇരുന്നാൽ കിട്ടില്ല എന്നുള്ളൊരു കോൺസെപ്റ്റ് ഫസ്റ്റ് അവരുടെ ഉള്ളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി കാണാം. പിന്നെ ബിഗ് ബോസ് പറയുന്നുണ്ട് ഈ ബാൻഡ് കയ്യിൽ കെട്ടിയിരിക്കുന്നവർക്ക് കയ്യിൽ ഏത് നിമിഷം അവർക്കത് നഷ്ടപ്പെടാം. അതായത് ആർക്ക് വേണമെങ്കിലും അത് അടിച്ചു മാറ്റാം. അത് അടിച്ചു മാറ്റുന്നവർക്ക് അവരുടെ സാധനങ്ങൾ പെട്ടി ഫുൾ കിട്ടും. പിന്നെ ആരുടെ ബാൻഡാണോ അടിച്ചു മാറ്റുക ആ ആൾ അവരുടെ സാധനം ബാൻഡ് നഷ്ടപ്പെട്ട ആൾക്ക് അവരുടെ സാധനങ്ങൾ പെട്ടി തിരിച്ചകത്തേക്ക് പോകും എന്നുള്ളൊരു കാര്യം കൂടി പറഞ്ഞുകൊണ്ടാണ് എപ്പിസോഡ് തീരുന്നത്. അതിനു മുമ്പ് ലാലേട്ടൻ്റെ വക ചെറിയൊരു പടക്കത്തിന് തിരി കൊളുത്തിക്കൊണ്ട് ഒരു തിരി കത്തിച്ചുകൊണ്ട് നമ്മൾ വിളക്കത്തിച്ച് ആണ് ഇതെൻ്റെ വീടാണ് എന്നുള്ള രീതിയിലാണ് ലാലേട്ടൻ വന്നിരിക്കുന്നത്. ലാലേട്ടൻ അത്യാവശ്യം കടുപ്പമായിട്ട് തന്നെയാണ്. അങ്ങനെ മുന്നോട്ട് പോട്ടെ. ഇതൊക്കെയായിരുന്നു ഇന്നത്തെ എപ്പിസോഡ്. ഇനി ഫുള്ള് അല്ലെങ്കിൽ മറ്റ് എപ്പിസോഡുകൾ ഫുൾ എപ്പിസോഡും ലൈവ് അപ്ഡേഷനും ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും. തൊണ്ടയ്ക്ക് ചെറിയൊരു പ്രശ്നമുള്ളതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കുക. സൗണ്ടിനൊക്കെ ചെറിയൊരു പ്രശ്നമുണ്ട്. നല്ല എനർജറ്റിക്കായിട്ട് ഇതിന് വരാൻ ശ്രമിക്കുന്നതായിരിക്കും. എല്ലാവരും വീഡിയോ കാണാൻ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അടുത്ത എപ്പിസോഡും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ.